സോ ഹേ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മാക്ബുക്ക് എയർ M1ൻ്റെ ഒരു കോംപ്രിഹെൻസീവ് സ്റ്റുഡൻറ്റ് പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു റിവ്യൂ ആണ്. സോ ഒരു ഒന്നര ആഴ്ചയായിട്ട് ഞാൻ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നു. പ്രോഗ്രാമിങ്ങിനും അതുപോലെ തന്നെ ബേസിക് ഒരു സ്റ്റുഡൻറ്റ് ചെയ്യുന്ന എല്ലാ ബേസിക് സ്റ്റഫിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാനിത് യൂസ് ചെയ്യുന്നു. സോ അതിൻ്റെ ഒരു ഇതിൽ വെച്ചായിരിക്കും ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഒരു നോർമൽ യൂസർ ഇതിൻ്റെ മാക്ബുക്കിൻ്റെ സ്പെക്കും ബാക്കിയുള്ള വിൻഡോസ് ലാപ്ടോപ്പിൻ്റെ സ്പെക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാക്ബുക്ക് വിൽ ഷ്യൂർലി ലൂസ്. ലൈക്ക് ഇതിന് ഇപ്പം 8 GB റാം ആണുള്ളത്, അതുപോലെ തന്നെ 256 GB SSD. സോ ബേസിക് വേരിയൻ്റ് ആണ്. മാക്ബുക്കിന് എയറിൽ കിട്ടാവുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. സോ ബാക്കിയുള്ള പ്രോഡക്റ്റ് വിൻഡോസ് പ്രോഡക്റ്റിന് സെയിം റേറ്റിൽ തന്നെ ഒരു 93,000 റുപ്പീസിനുള്ളിൽ തന്നെ 70,000 to 80,000 റുപ്പീസിനുള്ളിൽ തന്നെ നല്ല 16 GB റാം, അതുപോലെ തന്നെ 500 GB SSD, മേ ബി i7 പ്രൊസസ്സർ, ഇതെല്ലാം ഉള്ള നല്ല സ്പെക്സ് ഉള്ള ലാപ്ടോപ്പ്. സോ വെൻ വി കമ്പയർ വിത്ത് സ്പെക്സ് വെച്ച് കമ്പയർ വെക്കുമ്പോൾ നമുക്ക് മാക്ബുക്ക് എയർ ഒരു പക്ഷേ ഒരു ഓപ്ഷനായി തോന്നില്ലായിരിക്കാം ഒരു നോർമൽ യൂസറിന്. ബട്ട് മാക്ബുക്കിൻ്റെ പ്രോസസ്സിങ്, അതുപോലെ M1 പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. റാം 8 GB റാം ഇസ് മോർ ദാൻ ഇനഫ്. മാക്ബുക്ക് എയറിൻ്റെ സ്പെക്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 8 GB റാം, 256 SSD വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കീബോർഡ് മാജിക് കീബോർഡാണ്. ടൈപ്പിംഗ് ഫീഡ്ബാക്ക് ഒക്കെ വളരെ പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ നല്ലൊരു ഫോഴ്സ് ടച്ച് ട്രാക്ക് പാഡ് വരുന്നുണ്ട്. സോ ഫോഴ്സ് ടച്ചാണ് ഇതിൻ്റെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫസ്റ്റ് ടൈം മാക് യൂസറാണ്. സോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഫോഴ്സ് ടച്ച്. നമ്മൾ ക്യാമറ ഒരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. കാരണം 720p ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. അത് 1080 ആക്കാമായിരുന്നു, സജഷനാണ്. ക്യാമറ ക്വാളിറ്റി ഈസ് നോട്ട് ദ ബെസ്റ്റ്. പിന്നെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് രണ്ട് സൈഡിലായിട്ടാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നത്. സോ ഓവറോൾ മെറ്റാലിക് ഫിനിഷാണ്. പിന്നെ ഹീറ്റിംഗ്, നമുക്ക് മാക്ബുക്ക് എയർ, മാക്ബുക്ക് പ്രോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മാക്ബുക്ക് എയറിൽ നമുക്ക് ഫാൻ ഇല്ല. അതുപോലെ തന്നെ മാക്ബുക്ക് പ്രോയിൽ ഇവിടെ ഒരു ടച്ച് ബാർ ഉണ്ട്. സോ വി ഡോണ്ട് ഹാവ് ദ ടച്ച് ബാർ ഹിയർ. പിന്നെ ഒരു പെർഫോമൻസ് ഗ്യാപ്പ് വരുന്നത് 10% പെർഫോമൻസ് നമുക്ക് മാക്ബുക്ക് പ്രോയിൽ കൂടുതൽ കിട്ടും. സോ പക്ഷേ അതിന് ഒരു $300 അടുത്ത് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പക്ഷേ അതൊരു വാലിഡ് പർച്ചേസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം 10% ഒരു പെർഫോമൻസ് ഗ്യാപ്പ്, ഒരു ഡിഫറൻസിന് വേണ്ടി ഇത്ര ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ മാക്ബുക്ക് എയർ ചൂസ് ചെയ്യാൻ കാരണം. ബേസ് വേരിയൻറ്റിൽ 256 GB SSD ആണ് പറയുന്നത്. അതിൻ്റെ 500 GB SSD എടുക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ നമ്മൾ 20,000 രൂപയോളം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണം. നമുക്കറിയാം, ഒരു എക്സ്റ്റേണൽ SSD മേടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം പോയ ഒരു നല്ല ഒരു SSDക്ക് ആണെങ്കിൽ ഒരു 6,000 ഒരു 7,000 റേഞ്ചിൽ നമുക്ക് SSD കിട്ടും. സോ അതായിരിക്കും ബെറ്റർ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ബേസ് വേരിയൻറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം. അതുപോലെ തന്നെ 8 GB റാം എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൾട്ടി ടാസ്കിങ് ചെയ്ത് നോക്കി, പക്ഷേ ഒരു ലാഗും ഒന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ മൈക്രോസോഫ്റ്റ് ഓഫീസിലെ ആപ്പ് എല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഞാൻ കുറച്ച് പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കി നോക്കി. വളരെ സ്നാപ്പി ആയിട്ടാണ് എല്ലാം വർക്ക് ആവുന്നത്. ഒരു ലാഗും പറയാനില്ല. വളരെ സ്നാപ്പി സ്മൂത്ത് ആയിട്ട് തന്നെയാണ്. പിന്നെ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, അതുപോലെ തന്നെ എക്സല്, പിന്നെ ടീംസ് ആപ്പ്, മൈക്രോസോഫ്റ്റ് വേർഡ് എല്ലാം പെർഫെക്റ്റ് ആണ്. ഒരു ലാഗും ഞാൻ ഈ ഒരു 2 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നതിൽ ഒരു ലാഗും വന്നിട്ടില്ല. മൈക്രോസോഫ്റ്റ് ടീംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഒരു പ്രശ്നവുമില്ല, പെർഫെക്റ്റ്ലി റണ്ണിങ്. നെക്സ്റ്റ് സഫാരിയാണ്. സഫാരി ഒബ്വിയസ്ലി M1 ചിപ്പിന് വേണ്ടി വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. സോ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. അത്ര സ്നാപ്പി ആയിട്ടാണ് എല്ലാ ടാബും എല്ലാം ഓപ്പൺ ആവുന്നത്. ഇപ്പം ഞാൻ എൻ്റർ അല്ലെങ്കിൽ റിട്ടേൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഒരു താമസം, വേറെ ഒന്നും അതിലില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു ഞാൻ ക്ലിക്ക് കൂടി ചെയ്തില്ല, അതിന് മുമ്പ് ലോഡായോ അങ്ങനെ സിറ്റുവേഷൻ വരുന്ന രീതിയിലുള്ള അത്ര സ്പീഡ് സ്നാപ്പി ആയിട്ടാണ് എല്ലാം നടക്കുന്നത്. കണ്ടോ, അത്ര സ്നാപ്പി ആയിട്ടാണ് എല്ലാം ഓപ്പൺ ആവുന്നത്. ഗൂഗിൾ ക്രോം മാക്ബുക്കിൻ്റെ വെർഷൻ ഇറങ്ങിയപ്പോൾ, പുതിയ M1 ചിപ്പ് ഇറങ്ങിയപ്പോൾ ചിപ്പിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഒപ്റ്റിമൈസ്ഡ് വെർഷൻ ഒരു 2 weeks ബിഫോർ അവർ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ക്രോം സത്യം പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. സഫാരി തന്നെയാണ് ഒരു പക്ഷേ ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നി. അത്ര സ്നാപ്പിയാണ്. പിന്നെ ഇത് റോസറ്റ എന്ന് പറയുന്ന ഒരു എമുലേഷനാണ്. പ്രീവിയസ്ലി ഇന്റൽ ചിപ്പിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരുന്ന ആപ്ലിക്കേഷൻസ് ഈ M1 ചിപ്പിൽ റൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എമുലേറ്ററാണ് റോസറ്റ.
സോ ഓൾറെഡി ഒപ്റ്റിമൈസ്ഡ് അല്ലാത്ത ആപ്ലിക്കേഷൻ എല്ലാം റോസറ്റ വഴിയാണ് ഇപ്പോൾ ഒരു എമുലേഷൻ വെച്ചാണ് റൺ ചെയ്യുന്നത്. പക്ഷേ എമുലേഷൻ വെച്ച് റൺ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു വിഷയവും ഇല്ല, എല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഇപ്പോൾ നിലവിൽ ഗൂഗിൾ ക്രോം M1 ചിപ്പിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നിയത് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ചാണ്. സോ ബാറ്ററി എന്ന് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞ വണ്ടർ അടിച്ചു പോയി. ഇത്രയും ബാറ്ററി പെർഫോമൻസ്, ഇങ്ങനെ ഒരു ഇത്രയും നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഡിവൈസിൽ നിന്ന് ഇത്രയും ബാറ്ററി എക്സ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ, സോ ഐ വാസ് ലൈക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും ഒരു ബാറ്ററി പെർഫോമൻസ് ആണ് ഇതിന് ലഭിക്കുന്നത്. കാരണം ഞാനിത് ലാസ്റ്റ് ചാർജ് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ 30-ാം തീയതി 9 മണിക്കാണ് ലാസ്റ്റ് ചാർജ് ചെയ്തത്. ഞാൻ നോർമലായിട്ടുള്ള യൂസേജ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 30-ാം തീയതി, ഇന്നിപ്പം 1-ാം തീയതി. സോ നിയർലി 2 days 2.5 days ക്ലിയർലി ഒരു പ്രശ്നവുമില്ല. ഇപ്പം ചാർജ് നോക്കുക, നിങ്ങൾ 52 ആണ് എൻ്റെ ചാർജ് ലെവലിൽ നിൽക്കുന്നത്. സോ ഞാനിപ്പം 3 ദിവസം അടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും എൻ്റെ 50% മാത്രമേ ബാറ്ററി ഡ്രോപ്പ് ഉണ്ടായിട്ടുള്ളൂ. സോ അത് എനിക്ക് ഇപ്പോൾ നിങ്ങളൊരു ഹെവി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഫുൾ ഡേ, ഒരു ദിവസം മൊത്തം നിങ്ങൾക്ക് ഒരു പേടിയും ഇല്ലാതെ നിങ്ങൾക്ക് ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് താല്പര്യമുണ്ടെങ്കിൽ തന്നെ പ്രീമിയർ പ്രോ, ഇപ്പം പണ്ടത്തെ മാക്ബുക്ക് എയർ, ഇന്റൽ ബേസ്ഡ് ആയിട്ടുള്ള മാക്ബുക്ക് എയർ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ പ്രീമിയർ പ്രോ യൂസ് ചെയ്യുക, ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുക, ഇതിനൊന്നും മാക്ബുക്ക് എയർ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയ മാക്ബുക്ക് എയർ വിത്ത് M1 ചിപ്പിൽ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. സോ നിങ്ങൾ മാക്ബുക്ക് പ്രോയിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു അതേ കോൺഫിഡൻസും അതേ സ്നാപ്പിനെസ് അതേ ഫാസ്റ്റ് അതേ സ്പീഡോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ പുതിയ മാക്ബുക്ക് എയർ M1-ൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂസ് ഇല്ലാതെ പ്രോപ്പറായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ ഫാൻ വരുന്നില്ല. ഒരാഴ്ച യൂസ് ചെയ്യുന്നതിൽ ഇതുവരെ എനിക്കൊരു ഓവർ ഹീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറുതായിട്ട് വാം ആകുന്ന കൂടി ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് എത്ര നേരം യൂസ് ചെയ്താലും ഇതിൻ്റെ ഇവിടെ എല്ലാം ടച്ച് ചെയ്യുമ്പോൾ നല്ല കൂളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഹീറ്റിംഗ് എന്ന ഒരു വിഷയമേ എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങളൊരു C++ പ്രോഗ്രാമർ ആണെങ്കിൽ ഒരു ഡിസപ്പോയിൻറ്റിംഗ് ന്യൂസ് ഉണ്ട്. C++ പ്രോഗ്രാംസ് നിലവിൽ M1 ചിപ്പിൽ കുറച്ച് റൺ ചെയ്യാം, പക്ഷേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ VS കോഡ് വഴി നിങ്ങളുടെ C++ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം, വലിയ കുഴപ്പമില്ലാതെ സാധനങ്ങൾ ഓടും. പക്ഷേ GCC കമ്പൈലർ നിങ്ങൾക്ക് M1 ചിപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് GCC കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹോം ബ്രൂ പാക്കേജ് മാനേജർ വഴി അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സോ ഹോം ബ്രൂ ഇപ്പം കറൻ്റ്ലി ബ്രോക്കൺ ആണ്. സോ അതുകൊണ്ട് തന്നെ GCC കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. സോ മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആൻഡ്രോയിഡ് എമുലേറ്റേഴ്സ് കറൻ്റ്ലി ഇതിൽ സപ്പോർട്ട് ആവില്ല. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആപ്പ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഫിസിക്കൽ ഡിവൈസ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. 2 എമുലേറ്ററൊക്കെ ഒരേ സമയം റൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഗോ ഫോർ 16GB വേരിയൻറ്റ്. 8GB കൊണ്ട് ഒരു പക്ഷേ ചെറിയ ലാഗ് അങ്ങനെയുള്ള ഹെവി യൂസിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നോർമലി ഒരു 2 എമുലേറ്റർ ഒരേ സമയം ആൻഡ്രോയിഡ് എമുലേറ്റർ റൺ ആവില്ല. പക്ഷേ iOS എമുലേറ്ററാണ് നിങ്ങൾ 2 എമുലേറ്ററൊക്കെ ഒരേ സമയം യൂസ് ചെയ്യുന്നവരാണ്. അങ്ങനെ പൊതുവെ ആരും യൂസ് ചെയ്യാറില്ല. സോ അങ്ങനെ സിറ്റുവേഷനിൽ ഒരു ചെറിയൊരു പെർഫോമൻസ് ലാഗ് ഞാൻ കാണുകയുണ്ടായി. വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു വിൻഡോസ് അല്ലെങ്കിൽ ഉബുണ്ടു OS റൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വിർച്വലൈസേഷൻ സപ്പോർട്ട് ആവില്ല ഈ ഡിവൈസിൽ. ഇപ്പം പഴയ ഇന്റൽ ബേസ്ഡ് ആയിട്ടുള്ള മാക്കിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പാരലൽ OS അല്ലെങ്കിൽ ബൂട്ട് ക്യാമ്പ് VMware ഒക്കെ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വിൻഡോസും അതുപോലെ തന്നെ ഉബുണ്ടുവും യൂസ് ചെയ്യായിരുന്നു പാരലലി. പക്ഷേ ഇപ്പോൾ അതിനുള്ള സപ്പോർട്ട് M1-ൽ നിലവിൽ വന്നിട്ടില്ല. സോ നിങ്ങളിപ്പോൾ ഒരു എക്സ്കോഡ് ഡെവലപ്പർ ആണെങ്കിൽ എക്സ്കോഡ് ഇപ്പോൾ ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ആക്കി M1 ചിപ്പിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം എടുക്കാൻ കാണാം, മൾട്ടി പ്ലാറ്റ്ഫോം ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് iOS, macOS, watchOS, tvOS അങ്ങനെയുള്ള പല ഡെവലപ്മെൻറ്റ് ഓപ്ഷൻസും ഇപ്പം എക്സ്കോഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് പുതിയ മാക്ബുക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഇതിൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം എന്നില്ല. പക്ഷേ നിങ്ങൾ മേജറായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിൽ ഒപ്റ്റിമൈസ്ഡ് ആണ്, M1 ചിപ്പിന് ഒപ്റ്റിമൈസ്ഡ് ആണോ, വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇത് സുഖമായി പോയി മേടിക്കാം, ഒന്നും പേടിക്കാതെ പോയി മേടിക്കാം. ഇൻ കേസ് ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ റോസറ്റ എന്ന് പറഞ്ഞ എമുലേഷൻ വെച്ചാണ് പല ഇന്റലിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ആപ്ലിക്കേഷനും ഇപ്പോൾ നിലവിൽ M1 ചിപ്പിൽ റൺ ആകുന്നത്. അവസാനമായി ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ചാണ്.
about 93,000 റുപ്പീസാണ് നമുക്ക് ഇപ്പം ആമസോണിൽ ഇപ്പം പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല. എനിക്ക് തോന്നുന്നു ആപ്പിൾ സ്റ്റോറിൽ നിന്ന് 93,000 റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 83 ഒരു 10,000 റുപ്പീസ് എടുത്ത് ഡിസ്കൗണ്ട് ലഭിക്കും. 83,000 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്ബുക്ക് പ്രോ എടുക്കാൻ താല്പര്യം, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10% പെർഫോമൻസ് ഡിഫറൻസിന് വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട റേറ്റ് കുറച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ജസ്റ്റ് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ അതിനൊരു ഫാനുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെവി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ യു ഗോ ഫോർ ദാറ്റ്. അല്ലാത്ത കേസിൽ ഒരു നോർമൽ സ്റ്റുഡൻറ്റ് യൂസേജിനാണെങ്കിൽ ഈ മാക്ബുക്ക് എയർ എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇതിൻ്റെ പോർട്ടബിലിറ്റിയാണ്. വളരെ പോർട്ടബിളായിട്ട് വളരെ സ്ലീക്കും സ്ലിം ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന കേസ് നമുക്ക് നോട്ട്ബുക്ക് പോലെ തന്നെ ട്രീറ്റ് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എബൌട്ട് 1.3 kg അടുത്ത് ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. സോ ഞാനിത് മേടിച്ചതിൽ ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ യൂസിനെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആളാണ്. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങൾക്കും തന്നെ നല്ല രീതിയിൽ തന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡിവൈസ്. സോ ഐ എം ഹാപ്പി അബൌട്ട് ദിസ്. ഞാൻ സജസ്റ്റ് ചെയ്യുക എയർ മാത്രമേ സജസ്റ്റ് ചെയ്തുള്ളൂ. പ്രോ എനിക്ക് തോന്നുന്നു പ്രോ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, വെർത്തല്ല, പ്രൈസിനടുത്ത് അനുസരിച്ച് വെർത്തല്ല എന്നൊരു സജഷൻ എനിക്കുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.